എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയൊരു വീഡിയോ ചെയ്താലോ? ഇന്ന് എന്താണെന്നറിയോ വീഡിയോ? മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ പേടിയുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും വാങ്ങിച്ചു, എല്ലാവരും ഉപയോഗിച്ചു. എല്ലാ ലേഡീസിനോടും എനിക്ക് പറയാനുള്ള, ഉപയോഗിക്കാൻ മടിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഉപയോഗിക്കണം. അത്രയും നല്ലൊരു സാധനമാണ് മെൻസ്ട്രൽ കപ്പ്. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ 2 വർഷം മുമ്പ് കണ്ടപ്പോഴാണ് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. എൻ്റെ ഫ്രണ്ട്സിനോ എൻ്റെ റിലേറ്റീവ്സിനോ എൻ്റെ ആർക്കും ഇതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയ ഇല്ല, ആരും ഉപയോഗിക്കുന്നുമില്ലായിരുന്നു. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊന്നും ഉപയോഗിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ ആദ്യം പറയും. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈ നല്ല നീറ്റായിരിക്കണം. ഒരു പാത്രത്തിൽ, ഇതുപോലൊരു പാത്രം ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ മാറ്റി വെച്ചേക്കാണ്, വേറെ ഒന്നിനും ഇത് ഉപയോഗിക്കല്ലേ. ഈ പാത്രത്തിൽ ചൂടുവെള്ളത്തിൽ 5 മുതൽ 7 മിനിറ്റ് വരെ തിളപ്പിച്ചിട്ട് വേണം ഇത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അതുപോലെ നമ്മുടെ പീരീഡ്സ് എന്ന് കഴിയുന്നോ, നമുക്കിതിൻ്റെ ഉപയോഗം എന്ന് തീരുന്നോ അന്ന് നമ്മൾ ഇതുപോലെ തന്നെ ഇത് ചൂടുവെള്ളത്തിയിട്ട് 5 മുതൽ 7 മിനിറ്റ് വരെ നല്ലതായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതുപോലൊരു ബോക്സ് കാണും, ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് സൂക്ഷിക്കാം. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാഗിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. പാഡൊക്കെ ഉപയോഗിക്കുമ്പോൾ എടുത്തുകൊണ്ട് പോകാനുള്ള ചമ്മലായാലും കാണുമെന്നുള്ള ചമ്മല, അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല. ഇത് നമ്മുടെ പേഴ്സിലും ബാഗിലും ഒക്കെ സുഖമായിട്ട് ഇരിക്കും. പിന്നെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിനെ ഈ വിരലും കൊണ്ട് നടുക്കോട്ടിങ്ങനെ വിരലമർത്തുക, ഇതിങ്ങനെ മടങ്ങും. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഇതാണ് നമ്മുടെ വജീനയെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. മേളിലോട്ട് വരുമ്പോൾ തുറന്നു വരും. ഇതിലോട്ടാണ് നമ്മുടെ ബ്ലഡ് ഇങ്ങനെ വന്ന് വീഴുന്നത്. 8 മുതൽ 10-12 മണിക്കൂർ വരെ യാതൊരുവിധ ലീക്കേജും ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ബ്ലീഡിങ് 2-3 ദിവസം വരെ നല്ലതായിട്ട് പാഡ് ഉപയോഗിക്കുമ്പോൾ ഒരു ദിവസം 5-6 പാഡ് വരെ എനിക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് ബ്ലീഡിങ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇത് ഞാൻ 8 മണിക്കൂർ വരെ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല. അപ്പം കുറവുള്ളവർക്കാണെങ്കിൽ അപ്പോൾ കൂടുതൽ 10-12 മണിക്കൂർ വെച്ചാൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല. അതുപോലെ നമ്മുടെ ബെഡ്ഷീറ്റേലാവുമോ, നമ്മുടെ ഡ്രസ്സേ പറ്റുമോ, അങ്ങനെ യാതൊരു, നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പേടിയാണ്. ആദ്യമേ നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് ചോദിക്കാം നമ്മുടെ ഡ്രസ്സേ വല്ലതും പറ്റിയിട്ടുണ്ടോ. പിന്നെ 1, 2, 3 പാഡൊക്കെ വെച്ചിട്ട് ഞാൻ ഉൾപ്പെടെ ട്രാവൽ ചെയ്യുമല്ലോ. അപ്പോൾ ഒട്ടും നമ്മൾ കംഫർട്ടബിൾ അല്ല. പക്ഷെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പക്ഷേ ഇത് വെച്ചിട്ടുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. നമുക്ക് പീരീഡ്സ് ആണെന്ന് പോലും നമുക്ക് തോന്നത്തില്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഓടണോ, ചാടണോ, സ്പോർട്സിൽ പങ്കെടുക്കണോ, ഡാൻസിന് പോകണോ, ബീച്ചിൽ പോയി കളിക്കണോ, തല കുത്തി മറിഞ്ഞാൽ പോലും നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളില്ല. ഇതെൻ്റെ ഉപയോഗിച്ചതിന് ശേഷമുള്ള 2 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. എല്ലാവരും ഇത് ഉപയോഗിക്കണം എന്നാണ്. യാതൊരുവിധ ചൊറിച്ചിലോ ഇൻഫെക്ഷനോ നമുക്കവിടെ സൈഡ് പൊട്ടുകയോ ഒന്നുമില്ല. നമ്മുടെ നീറ്റായിരിക്കണം. പിന്നെ ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി പറയാം. അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പേടിയുള്ള സാധനം. ഇത് കയറിപ്പോവോ, തിരിച്ചു വരാതിരിക്കുമോ, എന്ത് ചെയ്യും, ആരോടെങ്കിലും പറയാൻ പറ്റുമോ, പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എടുക്കേണ്ട സമയമാകുമ്പം ഇതേ പിടിച്ച് ഒരിക്കലും വലിക്കില്ല. ഇത് വലിക്കാനുള്ള സാധനമല്ല, ഇത് ഊരാനുള്ള സാധനവും അല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഭയങ്കര പെയിനായിരുന്നു. ഞാൻ ഓർത്ത് എന്തിന് സാധനം വാങ്ങിച്ചു, എന്ത് ചെയ്യും എന്ന് വരെ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. ഇത് ഒരിക്കലും ഇതേ പിടിച്ച് വലിക്കല്ല. ഇതിപ്പം ടൈറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്. നമ്മൾ പെയ്യെ ഇതിൻ്റെ മണ്ടയ്ക്ക് ചോട്ടിലിങ്ങനെ പിടിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ലൂസായിട്ട് വരും. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് എടുത്തിട്ട് നമുക്ക് ക്ലോസറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുക, വെള്ളം ഒഴിക്കുക. ഒരു സ്മെല്ലായിട്ട് പച്ചവെള്ളത്തിന് എന്തെങ്കിലും സ്മെല്ലുണ്ടോ അതുപോലാണ് നമ്മുടെ ഈ ഒരു ബ്ലഡിന്. അതേസമയം നമ്മുടെ പാഡ് വെക്കുവാണെങ്കിൽ മറന്നേരം എന്തൊരു സ്മെല്ലാണ്. അത് നമുക്ക് കത്തിച്ച് കളയാനുള്ള ബുദ്ധിമുട്ട്, കുഴിച്ചിടുവാണെങ്കിൽ ബുദ്ധിമുട്ട്, ക്ലോസറ്റിൽ ഇടുവാണെങ്കിലുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ലേഡീസിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ്. എവിടെയെങ്കിലും മാറ്റി വെക്കുക. ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം. അപ്പം ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും ഒക്കെ. യാതൊരുവിധ സ്മെല്ലും ഇതിന് 8-10 മണിക്കൂർ 12 മണിക്കൂർ വരെ നമ്മൾ മാറ്റാതിരുന്നാൽ പോലും നമുക്ക് യാതൊരുവിധ സ്മെല്ലും ഇല്ല. അത് നീറ്റായിട്ട് ഒഴിച്ച് ഇത് വൃത്തിയായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ക്ലോസറ്റിൽ ഒഴിക്കുക, വെള്ളം ഒഴിക്കുക, അതങ്ങ് പൊക്കോളൂ. അതിനുശേഷം നല്ലതായിട്ട് വാഷ് ചെയ്യുക, വീണ്ടും ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത്. 18 വയസ്സിന് താഴെ ഉള്ളവർക്കാണെങ്കിൽ ഇത് സ്മോൾ സൈസും, പിന്നെ 25 വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിൽ അത് മീഡിയം സൈസും, 25 വയസ്സിന് മേളിലോട്ടുള്ളവർക്കാണെങ്കിൽ ലാർജ് സൈസുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ ഒരു രീതി എന്ന് വെച്ചാൽ 25 വയസ്സിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്, സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മീഡിയം സൈസ് മതി. അഥവാ
കല്യാണമൊക്കെ കഴിഞ്ഞ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്, നോർമൽ ഡെലിവറി ആണെങ്കിൽ അവർക്കത് ലാർജ് സൈസ് വേണ്ടി വരും. പിന്നെ ഒരുപാട് ബ്ലീഡിങ് ഉള്ളവർക്കും ഇത് ലാർജ് സൈസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ സിസേറിയനാണ്, പക്ഷേ എനിക്ക് ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ ലാർജ് സൈസാണ് ഉപയോഗിക്കുന്നത്. എനിക്കത് കംഫർട്ടബിളാണ്. ഇത് 5 മുതൽ 10 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം. ഒരു പാഡ് ഒരു മാസം വാങ്ങിക്കുന്നതിന് എത്ര രൂപയാകും? നമുക്ക് നല്ലൊരു കമ്പനിയുടെ പാഡൊക്കെ ഭയങ്കര നല്ല എമൗണ്ട് ആകും. ഒരു വർഷം കൂട്ടുമ്പോൾ എത്ര രൂപയാകും? ഇത് 2 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. 399 രൂപയ്ക്ക് ഞാനിത് വാങ്ങിച്ചതാണ്. എളുപ്പത്തിൽ നമുക്ക് കൊണ്ട് നടക്കാൻ എളുപ്പമാണ് ഇത്. പിന്നെ ഉപയോഗിക്കുമ്പോൾ യാതൊരുവിധ സൈഡ് എഫക്റ്റ് എങ്ങും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡോക്ടേഴ്സ് എല്ലാം ഇത് നമ്മളോട് ഉപയോഗിക്കാനാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും കംഫർട്ടബിളാണ്, നമുക്ക് ദേഷ്യം വരത്തില്ല, ഇറിറ്റേഷൻ വരത്തില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. പൈസയെക്കാട്ടിലൊക്കെ ഉപരി നമുക്കിത് ഇത് പാഡ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കത് എന്ത് ചെയ്യണം, ഇതൊന്നും കളയണമല്ലോ. ഒന്നെങ്കിൽ മഴയാണെങ്കിൽ നമുക്ക് കത്തിച്ച് കളയാനുള്ള ബുദ്ധിമുട്ട് വരും, കുഴിച്ചിട്ടാൽ അത് ഭൂമിക്ക് ദോഷമായിട്ട് വരും, ക്ലോസറ്റിലിട്ടാൽ അത് ബ്ലോക്കാകും. ഇനി യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. അത് ഏറ്റവും വലിയൊരു ഉപകാരമാണ്. പിന്നെ പൈസ സേവിങ്, അത്രയും പൈസ വേണ്ടി വരത്തില്ല. പിന്നെ നമുക്ക് സ്മെല്ലോ കാര്യങ്ങളോ ട്രാവൽ ചെയ്യുന്നതിനോ പിന്നെ നമ്മൾ ഫ്രഷ് ആയിരിക്കും എപ്പോഴും. നമുക്ക് യാതൊരു പീരീഡ്സ് ആണെന്ന് പോലും തോന്നത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഛർദിലെ, വയറുവേദന, കാലുവേദന, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് എങ്ങനെയാണോ അങ്ങനെ തന്നെ, അതിലൊന്നും യാതൊരുവിധ മാറ്റങ്ങളും വരത്തില്ല. എല്ലാവരും ഇത് ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.